പൊതുതെരഞ്ഞെടുപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മത്സരചിത്രം എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നു. ഇന്ത്യ വേഴ്സസ് NDA. ഇക്കുറി രാജസ്ഥാനാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏപ്രിൽ 19-നും 26-നുമായി 2 ഘട്ടങ്ങളിലായാണ് രാജസ്ഥാനിൽ വോട്ടെടുപ്പ്. 2 ഘട്ടങ്ങളിലേക്കുമുള്ള വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സഖ്യത്തിലെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2014-ലെയും 2019-ലെയും സമ്പൂർണ്ണ വിജയം ഇക്കുറിയും BJPക്ക് ആവർത്തിക്കാൻ കഴിയുമോ? അതാണ് രാജസ്ഥാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം തിരിച്ചുവരവിനുള്ള എന്തെങ്കിലും സാധ്യത കോൺഗ്രസിനുണ്ടോ? ജനവിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ പല ചോദ്യങ്ങളുണ്ട് രാജസ്ഥാനിൽ. അതിലേക്ക് വരുമ്പോൾ ഇക്കുറി രാജസ്ഥാനിൽ ചില പ്രത്യേകതകളുണ്ട്. സഖ്യമായി മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. രാജസ്ഥാനിലെ മത്സരചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രം, രാജസ്ഥാൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ചരിത്രം അതൊന്ന് പരിശോധിച്ച് പോകാം നമുക്ക് ആദ്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2014-ലും 2019-ലും BJPക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് രാജസ്ഥാൻ. 25-ൽ 25-ഉം 2014-ൽ BJP ഒറ്റയ്ക്ക് നേടി. 2019-ൽ BJP 24 സീറ്റ് നേടിയപ്പോൾ ബാക്കിയുള്ള ഒരെണ്ണം സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയും നേടി. 2018-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPയെ തോൽപ്പിച്ച് കോൺഗ്രസ് ഭരണം നേടിയിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2018-ൽ കോൺഗ്രസ് BJPയെ തോൽപ്പിച്ച് സംസ്ഥാനത്ത് ഭരണം നേടി. അതിൻ്റെ തൊട്ട് പിറകെയാണ് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ പക്ഷേ BJP മുഴുവൻ സീറ്റും, BJPയും ലോക് താന്ത്രിക് പാർട്ടിയും ചേർന്ന് NDA സഖ്യം മുഴുവൻ സീറ്റും നേടുകയാണ് ചെയ്തത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് പൂർണ്ണമായും ചായുക എന്നുള്ളത് രാജസ്ഥാനിൽ പുതിയൊരു കാര്യമല്ല. 2004-ലെ തെരഞ്ഞെടുപ്പ് നോക്കുക. അന്ന് 2004-ൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി BJP NDA തുടർഭരണം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ 2004-ൽ BJP 21 സീറ്റിൽ അവിടെ ജയിച്ചിരുന്നു. ബാക്കി 4 സീറ്റാണ് അന്ന് കോൺഗ്രസ്സിന് നേടാനായത്. 2009-ൽ പക്ഷേ ചിത്രം തീർത്തും മാറിമറിഞ്ഞു. 2009-ൽ കോൺഗ്രസ് അവിടെ 20 സീറ്റിൽ ജയിച്ചു. ആകെയുള്ള 25-ൽ 20 സീറ്റിലും കോൺഗ്രസ് 2009-ൽ ജയിച്ചു. ബാക്കി 4 സീറ്റിലാണ് BJPക്ക് ജയിക്കാനായത്. 1 സീറ്റ് അവിടെ സ്വതന്ത്രനാണ് വിജയിച്ചത്. 2023-ല്, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2023 അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പുറത്താക്കി BJPയാണ് അധികാരം നേടുന്നത്. അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിൽ ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കി കോൺഗ്രസ് ഒരുപക്ഷെ അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്ന പ്രതീതി ജനിപ്പിച്ച ഘട്ടത്തിലാണ് 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 115 സീറ്റിൽ വിജയിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചതാണ്. അതിൽ തർക്കമില്ല. BJPക്ക് ഒരു മേൽക്കൈ ഉണ്ട്. പക്ഷേ നിയമസഭയിൽ ഭൂരിപക്ഷം നേടിയെങ്കിലും വോട്ട് ശതമാനത്തിൽ BJPക്ക് തൊട്ടു പിന്നിൽ തന്നെയുണ്ട് കോൺഗ്രസ്. അതായത് കോൺഗ്രസ്സിന് സീറ്റെണ്ണം കുറഞ്ഞെങ്കിലും അവരുടെ രാഷ്ട്രീയമായ ശക്തി വലിയ തോതിൽ ചോർന്നു പോയിട്ടില്ല. 2023-ൽ 115 സീറ്റിൽ BJP ജയിക്കുമ്പോൾ BJPക്ക് കിട്ടുന്ന വോട്ട് ശതമാനം എന്ന് പറയുന്നത് 41.7%. കോൺഗ്രസ് തൊട്ടു പുറകെയുണ്ട് 39.5% വോട്ടുമായിട്ട്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് 2.2% മാത്രം. ഈ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാറ്റം പരിശോധിക്കാനായിട്ട്. നമുക്കൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാജസ്ഥാൻ പത്രികയിൽ 26 കൊല്ലം ദ ഹിന്ദുവിൽ പ്രവർത്തിച്ച സണ്ണി സെബാസ്റ്റ്യൻ ഉണ്ട് നമുക്കൊപ്പം. അദ്ദേഹം അവിടെ രാജസ്ഥാനിൽ രാജ്യത്താദ്യമായിട്ട് ജേർണലിസത്തിന് ഒരു സർവകലാശാല തുറന്നപ്പോൾ അതിൻ്റെ വൈസ് ചാൻസലർ കൂടിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹമുണ്ട് നമുക്കൊപ്പം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 115 സീറ്റ് നേടി അധികാരത്തിൽ വന്നു. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അവിടെ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ മത്സരചിത്രം മാറുന്നത്? എന്തൊക്കെ ഘടകങ്ങളാണ് ആ മാറ്റം ഉണ്ടാക്കുന്നത്? BJP ആകെപ്പാടെയുള്ള 25 സീറ്റുകളിൽ കഴിഞ്ഞ 2 ഇലക്ഷനിൽ BJP 25ഉം ജയിച്ചു നിൽക്കുന്ന സ്ഥിതിയിലാണ്. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നു, അതായത് 2018-ൽ. അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിലും 25 സീറ്റ് BJPക്ക് കിട്ടി.
ഇതിനു മുമ്പും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിന് മുഴുവൻ സീറ്റ് കിട്ടിയിട്ടുണ്ട് സ്വീപ്പ് മാതിരി. അതുപോലെ BJPക്ക് ഇത് 3 പ്രാവശ്യം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഈ സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ അസംബ്ലി ഇലക്ഷനിൽ വളരെ ദയനീയമായിട്ടുള്ള പരാജയമൊന്നും ആയിരുന്നില്ല. ആ 70 സീറ്റ് ആകപ്പാടെയുള്ള 200 സീറ്റുകളിൽ, അസംബ്ലി സീറ്റുകളിൽ 70 സീറ്റ് കോൺഗ്രസിന് കിട്ടി. ആ കോൺഫിഡൻസ് തോറ്റെങ്കിലും ആ 70 സീറ്റ് കിട്ടിയതിൻ്റെ കോൺഫിഡൻസിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. 25 നഷ്ടപ്പെട്ടു പോകാതെ കുറച്ചെങ്കിലും സീറ്റ് പിടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതുപോലെ ഇതിനു മുമ്പ് ഉണ്ടാകാത്ത ഒരു പരിസ്ഥിതി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ആദ്യമായിട്ട് ഒരു 45 വർഷം, അതിനു മുമ്പ് ചെറിയ തോതിലെങ്ങാനും ഉണ്ടായെങ്കിലേ ഉള്ളൂ, ഒരു 45 വർഷമായിട്ട് ആദ്യമായിട്ട് കോൺഗ്രസ് രാജസ്ഥാനിൽ അലയൻസിൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നു. 3 പാർട്ടികൾ, ഇന്ത്യ അലയൻസിൻ്റെ 3 പാർട്ടികൾ ഇതിനകത്തുണ്ട്. CPM സീക്കറിൽ നിന്ന് മത്സരിക്കുന്നു. അതുപോലെ RLP രാജസ്ഥാൻ ലോക് താന്ത്രിക് പാർട്ടി നാഗോറിൽ നിന്ന് മത്സരിക്കുന്നു. അതുപോലെ ട്രൈബൽ പാർട്ടി ബാൻസ്വാഡ ട്രൈബൽ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ പ്രാവശ്യം BJP കഴിഞ്ഞ പ്രാവശ്യം BJP അലയൻസ് ഉണ്ടായിരുന്നതാണ് RLP. അതേ സീറ്റിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അലയൻസിൽ നിന്ന് മത്സരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. റൈറ്റ്. ഈ ഭാരതീയ ട്രൈബൽ പാർട്ടി, ഭാരതീയ ആദിവാസി പാർട്ടിയുമായി ധാരണയിൽ ഈ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. ആ സഖ്യം സിമെന്റഡ് ആയോ? അത് പൂർണ്ണമായും ധാരണയായോ? അതായത് അവർ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ, അലയൻസ് ക്ലിയർ ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ കാൻഡിഡേറ്റ്സിനെ അനൗൺസ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ബ്രോഡ്ലി സ്പീക്കിംഗ് അതിനകത്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇനിയിപ്പം അവരെ കൊണ്ട് ബാക്കിയുള്ളിടത്ത് ഉദയ്പൂരിൽ നിന്ന് അവർ കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്തിരുന്നു. ആ സീറ്റിൽ നിന്ന് അവരെ വിഡ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കാൻഡിഡേറ്റിനെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇത് അലയൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺഗ്രസിൻ്റെ ഒരു കമ്പൽഷനും കൂടിയാണ്. കോൺഗ്രസിൻ്റെ ടോളസ്റ്റ് ലീഡറായിരുന്നു, അവിടെ ആദിവാസി ലീഡറായിരുന്ന മഹേന്ദ്രജിത്ത് മാളവിയ BJP ചേർന്നു. അയാളാണ് BJPയുടെ അവിടെ നിന്നുള്ള കാൻഡിഡേറ്റ്. അങ്ങനെയുള്ള സ്ഥിതിയിൽ കോൺഗ്രസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ വേണം. അത് അലയൻസിലേ സാധിക്കൂ എന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ. രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയും CPIയും ആയി മാത്രമല്ല, ഭാരത് ആദിവാസി പാർട്ടിയുമായി കൂടെ ധാരണയ്ക്ക് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആ ധാരണ ആയിട്ടുണ്ടോ? അവർ മധ്യപ്രദേശിലും ഗുജറാത്തിലും ഓരോ സീറ്റ് തങ്ങൾക്ക് വേണം, കോൺഗ്രസ് തങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഭാരത് വികാസ് പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. രാജസ്ഥാനിൽ 2 സീറ്റ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ളൊരു തർക്കം നിലനിൽക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സഖ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. സഖ്യം ഉണ്ടാവും. അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. BJPയെ സംബന്ധിച്ച് രാജസ്ഥാനിൽ നരേന്ദ്രമോദിയാണ് അവരുടെ മുഖ്യ പ്രചാരണായുധം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയാണ് അവർ ഇലക്ഷനെ നേരിട്ടത്. രാജസ്ഥാനിലെ പ്രാദേശിക നേതാക്കൾ, അതായത് രാജസ്ഥാൻ സംസ്ഥാനത്തെ നേതാക്കളെ ആരെയും BJP ഉയർത്തിക്കാട്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജെ സിന്ധ്യയെ പോലും അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ മുൻനിർത്തി അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇക്കുറിയും സംസ്ഥാന നേതാക്കളെക്കാൾ കൂടുതലായി നരേന്ദ്രമോദി തന്നെയാണ് അവിടുത്തെ ഒരു BJPയുടെ പ്രധാന മുഖം. അതെ, അത് വളരെ ക്ലിയർ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വളരെ വ്യത്യാസവും ഉണ്ട്. അത് വളരെ ലോജിക്കലായിട്ടും തോന്നാൻ കാരണം, ഇതിനു മുമ്പ് BJP എല്ലാ കാലത്തും രാജസ്ഥാനിൽ നിന്ന് ഇലക്ഷൻ മത്സരിച്ചിരുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ ലീഡറുടെ ലീഡർഷിപ്പിലാണ്, വ്യക്തിയുടെ ലീഡർഷിപ്പിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് BJP വസുന്ധര രാജയെ, അതിന് മുമ്പ് ഭൈരവ് സിംഗ് ഷെഖാവത്ത് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് വസുന്ധര രാജെ വന്നു. എല്ലാ കാലത്തും ഒരു ലീഡർ തന്നെയായിരുന്നു, ഒരു പ്രൊജക്ട് ലീഡറായിരുന്നു ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളതും. അപ്പോൾ ആ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ലീഡർ തോറ്റാലും ജയിച്ചാലും പിന്നീടുള്ള ലോക്സഭയിലും അവർ തന്നെയാണ് മിക്കവാറും തന്നെ ലീഡ് ചെയ്തിരുന്ന പാർട്ടിയുടെ ക്യാമ്പയിൻസൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം BJP ജയിച്ച ഇലക്ഷനിൽ BJP മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയെ സൈഡ് ലൈൻ ചെയ്ത് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ബ്രോഡ്ലി സ്പീക്കിംഗ് ഡൽഹിയിൽ നിന്നുള്ള ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ നടത്തിയ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും മോദിയും ഷായും അടങ്ങിയ ടീമാണ് ഇലക്ഷൻ നയിക്കുന്നത്. അപ്പോഴത്തേക്കും കോഴ്സ് ലോക്സഭയിൽ കുറച്ചുകൂടെ ലോജിക്കലാണ്. സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അവർ
ഡൽഹിയിൽ നിന്ന് കൺട്രോൾ ചെയ്തപ്പോൾ ലോക്സഭയിൽ തീർച്ചയായിട്ടും ഡൽഹിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ലോക്സഭയിൽ അവർ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഇലക്ഷനാണ് ഒരു സ്പെസിഫിക്കലി ഒരു ലോക്കൽ ലീഡർ ഇല്ലാതെ BJP മത്സരിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിയിൽ BJP കേന്ദ്രീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുണ്ട്, മുൻ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജ സിന്ധ്യയുണ്ട്, സംസ്ഥാന പ്രസിഡന്റ് CP ജോഷിയുണ്ട്. അങ്ങനെ രാജസ്ഥാനിലെ BJPയുടെ നേതാക്കൾ ഒരു പിടിയുണ്ട്. ഇവർക്കൊക്കെയുള്ള റോൾ എത്രത്തോളമായിരിക്കും? ഇവരാണല്ലോ പ്രധാനമായും ഈ ലോക്കൽ അല്ലെങ്കിൽ നാട്ടിലുള്ള ജനങ്ങളുമായി കണക്ഷനുള്ള നേതാക്കളായിട്ട് നമ്മൾ നേരിട്ട് കാണുക ഇവരെയൊക്കെയാണല്ലോ. അപ്പോൾ ഇവരുടെ റോൾ എത്രത്തോളമായിരിക്കും? ഇവരുടെ റോളൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഈ വ്യക്തികൾക്കൊക്കെ CP ജോഷിയോ അല്ലെങ്കിൽ ഭജൻലാൽ ഒരിക്കലും ഒരു MLAയുടെ ഇലക്ഷൻ ജയിച്ചിട്ടില്ല. സർപഞ്ച് ഇവിടെ ബാക്കിയുള്ളവരും പാർട്ടിയിലുള്ള ഇൻഡയറക്ട്ലി പാർട്ടിയിലുള്ളവർ പോലും റെഫർ ചെയ്യുന്നത് ഇയാളൊരു സർപഞ്ചിൻ്റെ ഇലക്ഷൻ ജയിക്കാൻ പറ്റാത്ത ആളായിരുന്നു. പക്ഷേ ഇതൊരു ലോട്ടറി പോലെ കിട്ടിയതാണ്. പക്ഷെ പാർട്ടിയുടെ ഓർഗനൈസേഷണൽ വർക്കിൽ അയാൾക്ക് നല്ല പാർട്ടിസിപ്പൻ്റ് ആണ്. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. 20 വർഷമായിട്ട് പുള്ളിക്കാരൻ സെക്രട്ടറി പോലെയുള്ള പോസ്റ്റുകളിൽ, ജനറൽ സെക്രട്ടറി പോലെയുള്ള പോസ്റ്റുകളിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വലിയ എക്സ്പീരിയൻസേ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പരാജയമായിരുന്നു. പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം മത്സരിച്ചപ്പോൾ അങ്ങേരുടെ ഡിപ്പോസിറ്റ് നഷ്ടപ്പെട്ടായിരുന്നു, കെട്ടിവെച്ച് നഷ്ടപ്പെട്ട ഒരു കേസാണ്. പക്ഷേ അതല്ല നമ്മളിപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ലോക്കൽ ലീഡേഴ്സിൻ്റെ BJP ലീഡേഴ്സിന് എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടിയുടെ പ്രസിഡന്റ് CP ജോഷി അല്ലെങ്കിൽ ഭജൻലാൽ ശർമ്മ അങ്ങനെയുള്ളവർക്കൊന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ല. മോദിയുടെ മാൻഡേറ്റിൽ, അയോധ്യ ടെമ്പിളിൻ്റെ മാൻഡേറ്റിൽ ഇലക്ഷൻ മത്സരിക്കുകയാണ് BJP. അതുപോലെ തന്നെ 3 മാസത്തിനകം ഇവിടെ ഗവൺമെൻറ് വന്നിട്ട് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, പക്ഷേ പ്രത്യേകിച്ച് ബ്ലണ്ടേഴ്സൊന്നും കമ്മിറ്റി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനും വന്നിട്ടില്ല. ഭജൻലാൽ ഓടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലരൊക്കെ പറയുന്നു അദ്ദേഹം ഇത് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ചിലപ്പം മാറ്റിയേക്കും. അതൊക്കെ ഗോസിപ്പോ അല്ലെങ്കിൽ റൂമേഴ്സ് ആവാം. പക്ഷേ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും അദ്ദേഹത്തിൽ നിന്നില്ല. കോർഡിനേഷൻ ഡൽഹിയിൽ തന്നെ ആയിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അവനവൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ CP ജോഷി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ചിത്തോഡ്ഗഡ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ തന്നെ കൺഫൈൻഡ് ആയിരിക്കും. പുറത്തുനിന്നുള്ള ലീഡേഴ്സിൻ്റെ ആയിരിക്കും ക്യാമ്പയിൻ. അതുപോലെ കോർഡിനേഷനും പുറത്തുനിന്നുള്ള ലീഡേഴ്സ് തന്നെയായിരിക്കും BJPയുടെ കാര്യത്തിൽ ചെയ്യുന്നത്. ബ്രോഡ്ലി സ്പീക്കിംഗ് ഇഷ്യൂസ് ഇതൊക്കെയാണ്. ഈ അയോധ്യ പോലുള്ള ഇഷ്യൂസാണ്. പിന്നെ ഡെവലപ്മെൻറ്റ്, മോദിക്ക് ഗ്യാരണ്ടി. ആൾക്കാർക്കത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലുള്ള എഫക്റ്റീവ് ആണോ അതോ കഴിഞ്ഞ 2019 ലോക്സഭയോട് എഫക്റ്റീവ് ആണോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ടെന്ന് മാത്രം. മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ BJPയെ സംബന്ധിച്ച് രാജസ്ഥാനിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടത്ര പ്രാമുഖ്യം ലഭിച്ചില്ല. അവർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. പിന്നീട് മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചില്ല. വസുന്ധര രാജയ്ക്ക് അപ്രിയം നേരത്തെ ഉണ്ട്, അത് കൂടുതലാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ അതൃപ്തി ഇക്കുറി പ്രകടമാകാൻ സാധ്യതയുണ്ട്. അവരുടെ മകന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചിട്ടുമുണ്ട്. അതെ, മകന് ഈ പ്രാവശ്യം ഇലക്ഷൻ ടിക്കറ്റ് കിട്ടി. അവരുടെ മിനിമം പ്രോഗ്രാം ഇതായിരുന്നു, മിനിമം അജണ്ട ഇതായിരുന്നു, മകൻ്റെ ടിക്കറ്റ് എൻഷ്യൂർ ചെയ്യുന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ ഇലക്ഷനിൽ അവർ വളരെ ആക്റ്റീവായിട്ടൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ലോക്കലൈസ് പുള്ളിക്കാരത്തിയുടെ സപ്പോർട്ടേഴ്സൊക്കെ ഉള്ള ഏരിയയിലൊക്കെ പോയി ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്തേ ഉള്ളൂ. വേറൊരു കാര്യമുണ്ട്, അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്തപ്പം അവഗണനയൊക്കെ ഉള്ള ഒരു സ്ഥിതിയിൽ അവർ പോയി ക്യാമ്പയിൻ ചെയ്യാനായിട്ട് നമ്മളും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ അവരെ സ്ലൈറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യുമോ, ഒബ്വിയസ് ആയിട്ട് പബ്ലിക്കിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് അഭിമാനം വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടായാൽ അതൊരു റിസ്ക് ആണല്ലോ. അതും കൂടെ സൂക്ഷിച്ചിട്ടാണ് അവരുടെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ചാണ് മുന്തിങ്ങിയത്. ഈ പ്രാവശ്യവും വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പ്രതീക്ഷകളല്ല, അവർ വല്ല കുഴപ്പമുണ്ടാക്കുമെന്നുള്ള ആ ഭീതിയാണേലും മകൻ്റെ ആ സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അതിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവരുടെ നേച്ചറിൽ ഈസി ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സ്വഭാവം അവരുടെ നേച്ചറിലില്ല. അവർ റിബല് ചെയ്യുമെന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും. പക്ഷെ നോട്ട് ദിസ് ടൈം. ഇമ്മീഡിയറ്റ്ലി അവരത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഈ പ്രാവശ്യം ഇലക്ഷനിൽ കുഴപ്പമുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ മുഖ്യ ആയുധം, BJPയുടെ മുഖ്യ ആയുധം നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും അദ്ദേഹത്തിൻ്റെ മുഖവുമാണ് എന്നിരിക്കെ ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രം രാജസ്ഥാനിൽ BJPയുടെ ഒരു പ്രധാന ആയുധമാണ്. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ
പ്രധാനിയായി പങ്കെടുത്തത് നരേന്ദ്രമോദിയാണ് എന്നതോർക്കുക. അതുകൂടി ഒരുപക്ഷെ രാജസ്ഥാനിൽ BJP മുഖ്യപ്രചാരണ ആയുധമാക്കിയേക്കാം. ഇത് ഗ്രൗണ്ടിൽ അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ? 2019 പോലെ മോദിയുടെ ഒരു പ്രഭാവം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ആ സംശയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അയോധ്യ ഒരു മേജർ ഇഷ്യൂ ആണ്. ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സ്, കാരണം ബേസിക്കലി രാജസ്ഥാൻ പോലുള്ള ഒരു സ്റ്റേറ്റ് ഒരു കുറച്ച് ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. കാരണം രാജസ്ഥാൻ്റെ ആദ്യത്തെ ഇലക്ഷൻ 1952 ഇലക്ഷൻ പോലും രാംരാജ് പരിഷത്ത് പോലുള്ള പാർട്ടിക്ക് 28 സീറ്റ് കിട്ടിയൊരു സ്ഥലമാണ് രാജസ്ഥാൻ. പിന്നീടാണ് പതുക്കെ കോൺഗ്രസ് രണ്ടാമത് പിക്കപ്പ് ചെയ്യുകയായിരുന്നു. പിന്നെ കോൺഗ്രസ് വീക്ക് ആകുമായിരുന്നു. അതായിരുന്നു കോൺഗ്രസിൻ്റെ ആ ട്രാക്ക് റെക്കോർഡ്. അതുപോലെ ചെറിയ പാർട്ടികൾ ജനസംഖ്യയൊക്കെ ആണെങ്കിലും എല്ലാ കാലത്തും, പക്ഷേ അതെല്ലാം 15, 20 ആ ലെവലിലൊക്കെ വന്നിട്ട് 10-ൽ താഴെ നിന്നിരുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും സെൻറ്റിമെൻറ്റ്സ്, ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് ഭേദപ്പെട്ട നിലയിൽ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് രാം ടെമ്പിൾ ഇഷ്യൂ ആണ്. പക്ഷേ മോദിയുടെ ഗ്ലാമർ അസ് സച്ച്, എൻ്റെ പേഴ്സണൽ വിചാരം അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടോ? പഴയ പോലെയുള്ള ആ ഇൻസ്പയറിങ് ആ പേഴ്സണാലിറ്റി അല്ല. കാരണം ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ആൾക്കാർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് എംപ്ലോയ്മെൻറ്റ് ഫ്രണ്ടിൽ ആൾക്കാരുടെ കയ്യിൽ റിസോഴ്സസ് ഇല്ല, ഫൈനാൻസ് ഇല്ല. നമ്മളത് കടകളിലൊക്കെ പോകുമ്പോഴും അറിയാൻ കഴിയും. കടകളിലൊന്നും ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആളില്ല. കാരണം ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, ഇൻകം ഇല്ല. അങ്ങനെ ഒരു സ്ഥിതിയിലാണ്. പിന്നെ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇത് ഒക്കെ കാര്യമായിട്ട് ഇലക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നല്ലാതെ ആൾക്കാർ ഹാപ്പിയാണെന്ന് ഉള്ളൊരു സിറ്റുവേഷൻ ഒന്നും അല്ല. എങ്കിൽ പോലും റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ചൂഷണം ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് തന്നെ ഇലക്ട്രൽ ഗെയിൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അത് എഫക്റ്റീവ് ആകുമെന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. അതുകൊണ്ടാണ് അവർ സഖ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സഖ്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് ഒരു തരത്തിലും സഖ്യത്തിന് തയ്യാറായിരുന്നില്ല. CPM-ന് സ്വാധീനമുള്ള 1-2 മണ്ഡലങ്ങളുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കോൺഗ്രസ് തയ്യാറായില്ല. രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി ഒരു സഖ്യത്തിന് ശ്രമിച്ചിരുന്നു, അത് കോൺഗ്രസ് അംഗീകരിച്ചില്ല. ഇപ്പോൾ സഖ്യത്തിൽ ശ്രമിക്കുന്ന ഭാരതീയ ആദിവാസി പാർട്ടി കോൺഗ്രസുമായി സഖ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചിരുന്നു, പക്ഷേ അവരതിന് തയ്യാറായില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ RLPയുമായി CPIM-ഉമായി ഭാരതീയ ആദിവാസി പാർട്ടിയുമായി ഒക്കെ സഖ്യത്തിലേക്ക് ഏതാണ്ട് എത്തിയിരിക്കുന്നു. അതിൽ RLPയും CPIM-ഉമായി സഖ്യമായിരിക്കുന്നു. ഭാരതീയ ആദിവാസി പാർട്ടിയുമായി അവസാനവട്ട ചർച്ചകൾ നടക്കുകയാണ്. ഈ സഖ്യം ഏത് വിധത്തിലാണ് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റാൻ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സണ്ണി, നമ്മൾ ഈ സംസാരിക്കുന്ന RLPയും CPIM-ഉം അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഏത് വിധത്തിലാണ് ഈ സഖ്യം കോൺഗ്രസ് സഖ്യത്തിന്, ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യാൻ പോവുക? അതെന്തെങ്കിലും സാധ്യതയുണ്ടോ? കോൺഗ്രസ് ഈ അലയൻസ് ഉണ്ടാക്കിയതിൽ അതുപോലെ തന്നെ ആദ്യം കോൺഗ്രസ്സുകാർക്ക് സങ്കടം ഉണ്ടെങ്കിലും സ്പീക്കർ പോലുള്ള സീറ്റ് വിട്ടുകൊടുക്കാനായിട്ട് കോൺഗ്രസ്സുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സങ്കടമുണ്ട്. കാരണം കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു സീറ്റാണ് ഈവൻ അതർവൈസ്. അപ്പോഴത്തേക്ക് ഇത് കൊടുത്തതും കോൺഗ്രസ്സിന് വളരെ നല്ലതാണെന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ. കാരണം BJP കഴിഞ്ഞ പ്രാവശ്യം 2019 25 സീറ്റും പിടിച്ച് ആ അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ട് പോലും അവർ ചെറിയ വീക്ക് പോയിന്റ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നാഗോറിൽ RLP ആയിട്ട് അലയൻസ് ഉണ്ടാക്കി. RLPയുടെ ഫൗണ്ടർ അത് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു. ആ RLPയുടെ ഫൗണ്ടർ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ നിന്ന് മത്സരിക്കുന്നത്. അത് ഒരു ഡെവലപ്മെൻറ്റ് അവിടെ അഡീഷണൽ ആയിട്ട് ഉണ്ടായെന്താ ചോദിച്ചാൽ, മിർദ ഫാമിലിയിൽ നിന്ന് ഉള്ള ഫോർമർ MP ആയിരുന്ന ആള് ഇപ്പം BJPയുടെ കാൻഡിഡേറ്റ് ആണ്. ആ സീറ്റിൽ അതൊരു പ്രത്യേകത അതാണ്. ഓൾഡ് റൈവൽസ് ആണ് മത്സരിക്കുന്നത്, പക്ഷേ ഓൾഡ് റൈവൽസ് പുതിയ അലയൻസിലാണ് മത്സരിക്കുന്നത്. സ്പീക്കറിലാണെങ്കിൽ അമ്രാറാം, സ്പീക്കറിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ദോദി ഇന്ന് അമ്രാറാം 3 പ്രാവശ്യം മുമ്പ് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ദാത്താറാംഗഡിൽ നിന്ന് പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അങ്ങനെ 4 പ്രാവശ്യം MLA ആയിരുന്ന വ്യക്തിയാണ്. വളരെ പേഴ്സണലി എല്ലാവരും പുള്ളിക്കാരനെ വളരെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റീഷ്യനാണ്. BDയൊക്കെ വലിച്ച് എല്ലാ സംഘർഷങ്ങളിലും എല്ലാ അജിറ്റേഷനിലും കിസാൻ
അതായത് ഫാർമേഴ്സിൻ്റെ കൃഷിക്കാരുടെ എല്ലാ തരത്തിലുള്ള പോസ്റ്റുകളിലും അങ്ങനെ ഇൻവോൾവ് ആണ്. വളരെ വളരെ എന്താ പറയുന്നത്, ഫീൽഡിൽ ഇറങ്ങാനായിട്ട് ഒരിക്കലും മടിയില്ലാത്തൊരു മനുഷ്യനായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുമാണ് അദ്ദേഹത്തെ കരുതുന്നത്. ആ രീതിയിൽ വളരെ എല്ലാവർക്കും തന്നെ അക്സെപ്റ്റബിൾ ആണ്. പിന്നെ കോൺഗ്രസിൻ്റെ ഏത് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഇരിക്കുമോ, അതർവൈസ് അദ്ദേഹം ഓക്കെയാണ് കോൺഗ്രസിന്. പക്ഷേ അവരുടെ ആ പൊസസീവ്നെസ്, ഞങ്ങളുടെ സീറ്റ് എന്നുള്ളൊരു ആ പൊസസീവ്നെസ് വിട്ട് അവർക്ക് എത്രമാത്രം അദ്ദേഹത്തോട് സഹകരിക്കാൻ കഴിയും, വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആസ്പെക്റ്റേ ഉള്ളൂ. അല്ലെങ്കിൽ CPM കോൺഗ്രസ് കമ്പൈൻഡ് ശരിക്കും ജയിക്കേണ്ട സീറ്റാണിത്. റൈറ്റ്. ഈ RLP മത്സരിക്കുന്ന നഗൗറിലെ സിറ്റുവേഷൻ എങ്ങനെയാണ്? കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ RLP സഖ്യത്തിൽ മത്സരിച്ച് NDA സഖ്യത്തിൽ മത്സരിച്ച് വിജയിച്ച സീറ്റാണ്. ഈ നാഗോർ ജാട്ട് ഹാർട്ട്ലാൻഡ്, നാഗോർ അതുപോലെ ആർട്ട് ജോയിനിങ് ഏരിയാസ്, ജോധ്പൂർ, നാഗോർ, ജാലോർ അല്ലെങ്കിൽ ചിത്തോഡ്ഗഡ്, അവിടെയെല്ലാം ജാട്ട് പ്രസൻസ് ഒത്തിരിയുണ്ട്. നാഗോറാണ് ഹാർട്ട്ലാൻഡ് ജാട്ട് കമ്മ്യൂണിറ്റിയുടെ. പ്രത്യേകിച്ച് 2 മൃതകൾ, നാത്രാം മൃതായും രാംനിവാസ് മൃതായും നാഗോർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ലോക്സഭാ സീറ്റ്. അതുപോലെ അവരുടെ കംപ്ലീറ്റ് നെറ്റ്വർക്ക് അവിടെയാണ്. ഫാർമേഴ്സിന് ട്രഡീഷണൽ ആയിട്ട് ഫ്രീഡം മൂവ്മെൻറ്റ് മുതൽ ഫാർമേഴ്സിൻ്റെ അജിറ്റേഷൻ തുടങ്ങിയത് പോലും കിസാൻ സഭാസൊക്കെ തുടങ്ങിയതും നാഗോറും വെസ്റ്റേൺ രാജസ്ഥാനിൽ നാഗോർ ജോധ്പൂർ ആ ഏരിയയിൽ നിന്നാണ്. അവർ രാജ്പൂത്സ് എതിരായിട്ട് ഫൈറ്റ് ചെയ്ത് ഈവൻ ബ്ലഡി സംഘർഷങ്ങളുണ്ടായി. രക്തപങ്കിലമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയുടെ ഒരു ഏരിയയാണ് നാഗോറൊക്കെ അപ്പർ കാസ്റ്റ് ആയിട്ട്. ഇപ്പോൾ ഓഫ് കോഴ്സ് കഴിഞ്ഞ 50 വർഷം കൊണ്ട് ജാട്ടുകളും ഓൾമോസ്റ്റ് അപ്പർ കാസ്റ്റിൻ്റെ ലെവലിൽ വന്നു. അഫ്ലുവൻസ് കൊണ്ടും ഫൈനാൻഷ്യൽ അഫ്ലുവൻസ് കൊണ്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും ബാക്കിയുള്ള കണക്ഷൻസിലും എല്ലാം ജാട്ടുകൾ ഒത്തിരി പ്രോമിനൻ്റ് ആയി. അപ്പോഴത്തേക്ക് ഈ OBCയെ ലീഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജാട്ട്. കാരണം ജാട്ടുകളെ ലേറ്റർ സ്റ്റേജിലാണ് OBC ഇത് ഇൻക്ലൂഡ് ചെയ്തത് തന്നെ ഗവൺമെൻറ്. അപ്പോൾ ഈ ബനിവാള് ഈ RLPയുടെ ലീഡർ ഫൗണ്ടറുമാണ്. അതുപോലെ ഹനുമാൻ ബനിവാൾ, അദ്ദേഹം മിലിറ്റൻ്റ് ജാട്ട് പണ്ടുണ്ടായിരുന്ന ആ ജാട്ട് മിലിറ്റൻസിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറയാം. ഇപ്പോൾ അതുപോലെ മിലിറ്റൻസി ഇല്ലെങ്കിൽ പോലും അല്പം മസിൽ ഫ്ലെക്സിങ്ങോടുകൂടി തന്നെയാണ് അദ്ദേഹം എല്ലാ കാലത്തും കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയിട്ടുള്ളത്. അസംബ്ലിയിൽ അദ്ദേഹം വസുന്ധര രാജയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തോ കാരണം കൊണ്ട് അവർ തമ്മിൽ കൺഫ്രണ്ടേഷനായി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ BJP വിടുന്നത്. BJPയിലായിരുന്നു ഇനീഷ്യലി, പിന്നെയാണ് സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് അദ്ദേഹം കൂടുതലായിട്ട് ഒരു ജാട്ട് ലീഡർ എന്നുള്ള മാതിരിയാണ്. ആ ഏരിയയിൽ ജോധ്പൂർ, പാരി, ജാലോർ, നാഗോർ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പേഴ്സണലി ഒരു വളരെ സ്ട്രോങ് ലീഡറാണ്. കീംസർ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് അദ്ദേഹം MLA ആണ് ഇപ്പോൾ. അതാണ് സ്ഥിതി. ജയിക്കാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ട്. BJPയുടെ കാൻഡിഡേറ്റ് ജ്യോതി മിർദ ഈ ഇലക്ഷനിലും പരാജയപ്പെട്ടൊരു വ്യക്തിയാണ്. ലോക്സഭാ അസംബ്ലി ഇലക്ഷനിൽ അവരുടെ അങ്കിളിനോട് പരാജയപ്പെട്ടു. ഹരീന്ദ്ര മിർദായോട് നാഗോർ സീറ്റിൽ പരാജയപ്പെട്ടാണ്. ഇതിപ്പോൾ നാഗോർ ലോക്സഭയിൽ ഇനിയിപ്പോൾ ഫൈറ്റിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള സംഘർഷമാണിത്. ബേസിക്കലി നാഗോർ പോലുള്ള സീറ്റ് BJP സീറ്റ് അല്ല. അതുകൊണ്ട് പക്ഷേ പഴയ പോലെയല്ല. BJPക്ക് ഇപ്പം ബേസിൽ പ്രത്യേകിച്ച് BJPക്ക് ഇപ്പം മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഫോളോയിങ് ഇല്ലാത്ത ഒരു സ്ഥലവും ഇപ്പോൾ രാജസ്ഥാനിൽ കാണത്തില്ല. എങ്കിലും ട്രഡീഷണലി കോൺഗ്രസിൻ്റെ സീറ്റാണ് നാഗോർ. നഗൗർ എന്നത് ഈ ജാട്ട് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൂടുതലുള്ള മേഖലയാണ് എന്നിപ്പോൾ സണ്ണി സൂചിപ്പിച്ചു. ഇതുപോലെ പ്രധാനമാണ് മറ്റ് സമുദായ വിഭാഗങ്ങൾ. ഇപ്പോൾ രാജ്പുത്ത്, ജാട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാട്ടിന് മുൻപേ തന്നെ രാജ്പുത്ത്, ഗുജ്ജാർ, മീണ തുടങ്ങിയ സമുദായ വിഭാഗങ്ങൾ പ്രധാനമാണ്. അവരുടെ പ്രാതിനിധ്യം പ്രധാനമാണ് രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പിൽ. ഈ പ്രാതിനിധ്യം, അതായത് വിവിധ സമുദായ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് BJPയും കോൺഗ്രസും? അത് എത്രത്തോളം പ്രതിഫലിക്കും സണ്ണി? ഈ BJPയെ സംബന്ധിച്ച് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് വളരെ കൃത്യമായി അവർ നടപ്പാക്കുന്നൊരു കാര്യമാണ്. അതിലെത്രത്തോളം ശ്രദ്ധ ചെലുത്താൻ കോൺഗ്രസിനായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ? എല്ലാ കാലത്തും കോൺഗ്രസും അതുപോലെ തന്നെ BJP കാസ്റ്റ് കൺസിഡറേഷൻസ് വളരെ അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്തിട്ടുള്ളത്. എപ്പോഴും ചിലപ്പോൾ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, ഫോർ എക്സാമ്പിൾ ജാട്ട്, അവർക്ക് എപ്പോഴും അവർ അർഹിക്കുന്നതിൽ കൂടുതൽ സീറ്റ് കൊടുത്താണ് കോൺഗ്രസ് മുമ്പോട്ട് വന്നത്. പിന്നീട് BJP അത് തന്നെ ചെയ്ത് ജാട്ട് റെപ്രസെൻറ്റേഷൻ
നോർമലിലധികമാണ്. കാരണം അവർ പൊളിറ്റിക്കലി വളരെ അഗ്രസീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞിട്ട് മിഡിൽ ലെവൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസൊക്കെ OBC കമ്മ്യൂണിറ്റീസൊക്കെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് അവരുടെ ലെവലിലായി. ഗുജർ, മാലി അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അവർക്ക് അവരുടെ ഷെയർ അവർ ബാർഗൈൻ ചെയ്ത് മേടിക്കാൻ തുടങ്ങി. അപ്പോൾ BJP വളരെ കെയർഫുള്ളി എല്ലാ കാസ്റ്റിനും റെപ്രസെൻറ്റേഷൻ കൊടുത്തു തന്നെയാണ് നീങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു സൈനികൾക്ക്, അതായത് അശോക് ഗെഹ്ലോട്ടിൻ്റെ കമ്മ്യൂണിറ്റിയാണ് സൈനി, മാലി എന്നും പറയും, അവർക്ക് ഇമ്പോർട്ടൻസ് കുറവാണ് കൊടുത്തെങ്കിൽ ഹരിയാനയിൽ ചീഫ് മിനിസ്റ്റർ സൈനിയാണ്. പുതുതായിട്ട് അവർ നോമിനേറ്റ് ചെയ്ത ചീഫ് മിനിസ്റ്റർ സൈനിയ. അങ്ങനെ ഒരു കോമ്പൻസേഷൻ. യാദവിനെ മധ്യപ്രദേശിൽ അവർ ചീഫ് മിനിസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ യാദവ് ഉണ്ട്, ഒത്തിരി യാദവ് ഇല്ലെങ്കിലും അൽവർ ഡിസ്ട്രിക്ട് യാദവ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ ആസ്പെക്ട്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് BJP നീങ്ങുന്നത്. കോൺഗ്രസ് ഓഫ് കോഴ്സ് കാസ്റ്റ് എല്ലാ പ്രാവശ്യവും അവരും കാസ്റ്റ് ആസ്പെക്ട്സ് ഒക്കെ കൺസിഡർ ചെയ്ത് തന്നെയാണ് കാൻഡിഡേറ്റ്സ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ 25 സീറ്റിൽ ഒരു പ്രത്യേകതയുള്ളത് വീഴ്ചയാണോ അതോ എന്താണോ, അതിനകത്തൊരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ല. കോൺഗ്രസ്സിന് സത്യം പറഞ്ഞാൽ മുസ്ലിം സീറ്റ് ചുരു ആയിരുന്നു നേരത്തെ മുസ്ലിം സീറ്റായിട്ട് കരുതിയിരുന്നത്. കുറച്ച് മുസ്ലിങ്ങളുടെ സംഖ്യ ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിനേക്കാളും കൂടുതലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം BJPയിൽ നിന്ന് വിട്ടുവന്ന കസ്വാന് വേണ്ടി സീറ്റ് ഓൾറെഡി അവരത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളത് ജുൻജുനുവിൽ കുറച്ച് മുസ്ലിം 1-2 പ്രാവശ്യം കോൺഗ്രസിൻ്റെ മുസ്ലിം കാൻഡിഡേറ്റ് ലോക്സഭയിലോട്ട് ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് കോൺഗ്രസ് നല്ലൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് ഉണ്ട്. ശ്രീശ്രാം ഓലയുടെ മകൻ ബ്രജേന്ദ്ര ഓലയാണ് അവിടുത്തെ കാൻഡിഡേറ്റ്. ഷെക്കാവട്ട് റീജിയനിൽ കോൺഗ്രസിൻ്റെ പ്രോസ്പെക്ട്സ് ബെറ്ററാണ്. അപ്പോഴത്തേക്ക് അവർക്ക് അവിടുന്ന് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നുകൊണ്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസ്സിൽ ഇല്ല. BJPക്ക് മുസ്ലിം കാൻഡിഡേറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതേ ഇല്ല, അല്ല തന്നെ അവരത് കൊടുത്തിട്ടില്ല. അപ്പോൾ കാസ്റ്റ് കൺസിഡറേഷൻസൊക്കെ രണ്ട് പാർട്ടികളും ഏകദേശം എല്ലാം തന്നെ പരിഗണിച്ച് ബാലൻസ് ചെയ്ത് രാജ്പൂത്ത് BJPയുടെ സ്ട്രോങ് ഏരിയാസ് അപ്പർ കാസ്റ്റാണ്. രാജ്പൂത്ത് ലീഡർഷിപ്പിലാണ് നിൽക്കുന്നത്. ജോധ്പൂർ രാജ്പൂത്താണ്, ഗജേന്ദ്ര ഷെക്കാവത്ത്. ജാട്ടുകളെയും നല്ല റെപ്രസെൻറ്റേഷൻ വെസ്റ്റേൺ രാജസ്ഥാനിൽ BJP കൊടുത്തിട്ടുണ്ട്. OBCക്ക് വളരെയധികം സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓഫ് കോഴ്സ് ബ്രാഹ്മിൺസ് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല, കാരണം ചീഫ് മിനിസ്റ്റർ തന്നെ ബ്രാഹ്മണാണല്ലോ, അതും 30 വർഷം കഴിഞ്ഞിട്ട്. റൈറ്റ്. ഇപ്പോൾ സീക്കർ, നാഗോർ, അതുപോലെ ചുരു, കോട്ടാബുന്തി, ബൻസ്വാര, ഭിൽവാര, ജയ്പൂർ, രാജ്സമന്ത്, ബാമർ, ഉദയ്പൂർ, അങ്ങനെ തുടങ്ങി പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റും ജയിച്ച BJPയോടാണ് മത്സരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ അങ്ങനെ തോന്നത്തില്ല. ഒരു കോൺഗ്രസിൻ്റെ ഒരു ലീഡർ എന്നോട് പറഞ്ഞു, ഇപ്പം നോക്കുമ്പോൾ എല്ലായിടത്തും നമുക്ക് ജയിക്കാവുന്ന രീതിയാണ്. പിന്നീട് വരുമ്പോൾ സത്യാവസ്ഥ ഒടുവിലത്തെ ഒരാഴ്ച കൊണ്ട് ഒത്തിരി മാറിപ്പോവും, കൈ പിടിച്ച് നിൽക്കാത്ത രീതിയിലായി പോകുന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ ഉള്ളിലൊരു ഭീതി. ഇങ്ങനെയാണ്. അതായത് ഇവരുടെ കാർപ്പറ്റ് ബോംബിങ്, ഷായും മോദിയും കൂടെ വന്നിട്ടുള്ള പബ്ലിക് മീറ്റിങ്സ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് പബ്ലിക്കിൽ ഭയങ്കരമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുകയും വേവ് പോലെ ഒരു മാതിരിയുള്ള തരംഗം ഉണ്ടാകുകയൊക്കെ ചെയ്യുകയും, രണ്ടാമത് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്സും അനുയായികൾക്കും അവർക്ക് ധൈര്യം കുറയുകയും അങ്ങനെയൊക്കെയുള്ള പാളിച്ചകളാണ് വരുന്നത്. ഈ പ്രാവശ്യം കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് വിന്നബിൾ സീറ്റ്സ്, വിജയിക്കാവുന്ന സീറ്റുകളിൽ കൂടുതൽ ഒരു 10, 8, 9, 10 അങ്ങനെ ആ മാതിരിയുള്ള സീറ്റുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സാധ്യത കുറവുള്ള സീറ്റുകൾ പോട്ടെ, കാരണം പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. പ്രോബ്ലം റിസോഴ്സസിൻ്റെ ഉണ്ടാവാം, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ, അതുപോലെ തന്നെ മൊബിലൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ. അതുകൊണ്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത്, കാരണം കോൺഗ്രസിന് ലോസ് ഒന്നും ഉണ്ടാകത്തില്ല. 25 നിന്ന് 1 കിട്ടിയാൽ പോലും ലാഭമാണ്. അപ്പോഴത്തേക്ക് എത്രമാത്രം പിടിക്കാവോ, 10 കിട്ടുമെങ്കിൽ 10 സീറ്റിന് വേണ്ടി തന്നെ ആ രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കോൺഗ്രസിന് കുറച്ച് ബ്ലണ്ടേഴ്സ് അത് പറ്റി. അതായത് ഒന്ന്, ജയ്പൂർ സീറ്റ് സുനിൽ ശർമ്മയെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം സുനിൽ ശർമ്മ ജയ്പൂർ ഡയലോഗ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. പുള്ളിക്കാരനെ അതിൻ്റെ ശശി തരൂരിനെതിരായിട്ട് ഇവർ സ്ഥിരമായിട്ട് എക്സിൽ, ട്വിറ്ററിൽ കമൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ സുനിൽ ശർമ്മ ഒരു
പക്ക കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം അതിനകത്ത് മെമ്പറായി അല്ലെ ഡയറക്ടറായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. അതൊരു സീറ്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഫോർമർ മിനിസ്റ്റർ പ്രതാപ് സിംഗ് കാച്ചരിവാസിനെ ഫീൽഡ് ചെയ്തു. അതുപോലെ രാജാമന്തി എന്നുള്ള കോൺഗ്രസ് കാൻഡിഡേറ്റ് റാവത്ത് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഓപ്റ്റ് ഔട്ട് ചെയ്തു. അത് എന്നോട് ആലോചിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് അവിടെ നേരത്തെ ഒരു ഗുജർ കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്തിട്ട് CP ജോഷി ഫോർമർ യൂണിയൻ മിനിസ്റ്ററും സ്പീക്കറും ഔട്ട് ഗോയിങ് അസംബ്ലിയിലെ സ്പീക്കറുമായ ഡോക്ടർ CP ജോഷിയെ പിന്നെ ഭീൽവാഡായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം ഭീൽവാഡ റെപ്രസെൻറ്റ് ചെയ്താണ് അവിടുന്ന് ഫീൽഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു. പക്ഷെ അതൊന്നും വലിയ മേജറായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് കരുതേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായി മുമ്പിലുണ്ട് രാജസ്ഥാനിലെ യുവാക്കളുടെ. അതുപോലെ തന്നെയാണ് കർഷക സമരങ്ങൾ. രാജസ്ഥാൻ കർഷക സമരങ്ങളുടെ ഒരു ഭൂമിയായിരുന്നു മുമ്പ്. അപ്പോൾ ഈ പ്രശ്നം, ഈ കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, ഇത്തരം ഇഷ്യൂസ് എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട്? അത് എത്രത്തോളം ജനവിധിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? കർഷക സംഘർഷങ്ങൾ പ്രത്യേകിച്ച് പഞ്ചാബിലുള്ളതും അതുപോലെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ചാർജസിനെതിരായിട്ടും അവർക്ക് വാട്ടർ സപ്ലൈയുടെ ഇറിഗേഷൻ്റെ ഫെസിലിറ്റീസിനും വേണ്ടിയൊക്കെ എല്ലാ കാലത്തും രാജസ്ഥാനിൽ കർഷക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബിലുള്ള ഇതിനു മുമ്പ് നടന്ന ഫാർമേഴ്സ് അജിറ്റേഷനിൽ രാജസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുടെ വലിയൊരു റോൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോഴത്തെ അജിറ്റേഷനിലുണ്ട്. അത് ആ ഏരിയയിൽ സീക്കർ ജുഞ്ചിന് ചുരു, അതുപോലെ തന്നെ ഹരിയാന അഡ്ജോയിനിങ് ആയിട്ടുള്ളത് അൽവർ, പിന്നെ ഈസ്റ്റേൺ രാജസ്ഥാൻ, ബാക്കി ഭരത്പൂർ, അങ്ങനെയുള്ള ഏരിയയിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് റിസോഴ്സസ്, ലാക്ക് ഓഫ് ഇൻകം, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഒരു മേജർ ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന മാതിരി യൂത്തിൻ്റെ സപ്പോർട്ടൊന്നും മോദിക്ക് ഇനി കിട്ടുമെന്ന് സംശയിക്കണം. കാരണം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് രാജസ്ഥാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ബീഹാർ കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ആൾക്കാർ ആർമിയിൽ പോകുന്ന, ആർമിയിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ. എക്സ് ആർമിമെനും ഏറ്റവും വലിയൊരു സംഖ്യ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഷെഖാവട്ട് റീജിയനിൽ പല വീടുകളിലും കുട്ടികൾ വളർന്നു വരുന്നത് തന്നെ ആർമി പോകാനായിട്ട്, അവർ സ്കൂൾ കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ ആർമി പോകാനായിട്ട്. അങ്ങനെയുള്ള സ്ഥിതിയിൽ ആർമിയിൽ റെഗുലറായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഇല്ല എന്ന് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്ക് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അതൊരു വലിയൊരു ഇഷ്യൂ ആണെന്നാണ് എൻ്റെ വിചാരം. താങ്കൾ സൂചിപ്പിക്കുന്ന ഈ അഗ്നിപഥ് പോലുള്ള പ്രോജക്റ്റുകൾ വലിയ റിസൻമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും അതൊരു വളരെ അഗ്നിപഥിൽ അവർ പോകും ഇനിയും. കാരണം അവിടെ പോകാൻ ആർമി ചേരാൻ തന്നെ ഇരുന്ന കുട്ടികൾ, അവരുടെ പേരൻസ് അതിനുവേണ്ടിയാണ് അവരെ പ്രിപ്പയർ ചെയ്തതും. അവർ സ്കൂളിൽ പോയതുപോലും ആർമി ചേരാനാണ്. കാരണം അങ്ങനെ ഒരു ട്രഡീഷനുണ്ട്. കാർഗിൽ വാറിൻ്റെ സമയത്ത് ഞാൻ ഈ ഏരിയയൊക്കെ ടൂർ ചെയ്തതാണ്. കാരണം ഡെഡ് ബോഡീസ് തിരിച്ചു കൊണ്ടിരുന്നുണ്ടായിരുന്നല്ലോ. എന്ത് വളരെയധികം ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു പേരൻസിനോട്, ഇതെങ്ങനെ ഇങ്ങനെ ഈ ഫീലിംഗ് നിങ്ങൾക്കിത് എങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു? വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഒന്നിലധികം കേസുകൾ എന്നോട് പറഞ്ഞു, ഈ മരിച്ചുപോയ ജവാന്മാരുടെ അമ്മ ഈ ഇളയ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവനെ കണ്ടോ, ഇവനെയും ഞങ്ങൾ ആർമിയിൽ വിടും. അങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള ആർമിയോട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഫാമിലീസാണ്. അവിടെ അവർക്ക് ആർമിയിൽ ജോലിയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സ്ഥിതി നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒന്ന് ഉറപ്പിക്കാം, 2019 രാജസ്ഥാനല്ല 2024 രാജസ്ഥാൻ. സഖ്യങ്ങൾ ഉറപ്പിച്ച് മത്സരിക്കാൻ ഉറപ്പിച്ച കോൺഗ്രസ്സിന് വോട്ടെടുപ്പ് തീരും വരെ ആ ഊർജം നിലനിർത്താനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന കോൺഗ്രസിൻ്റെ തന്ത്രം വിജയിച്ചാൽ രാജസ്ഥാനിൽ ചിത്രം മാറും എന്നത് ഗ്യാരണ്ടിയാണ്.